പ്രഷർ വേരിയേഷൻ ഓഫ് പ്ലെയിൻ വേവാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞാൽ കംപ്രഷനും റേറിഫാക്ഷൻസുമാണ് അതിനകത്തുള്ളത്. അതായത് കംപ്രഷൻ എന്ന് പറയുന്നത് ഹൈ പ്രഷർ റീജിയനാണ്, റേറിഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ലോ പ്രഷർ റീജിയനാണ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് വേരിയേഷൻ ഓഫ് പ്രഷർ ഓൾ അലോങ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ചെറിയ ഡെറിവേഷൻ നോക്കാൻ പോവുകയാണ്. ഒരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് കൺസിഡർ ചെയ്യുക, അത് എക്സ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് വിത്ത് വെലോസിറ്റി ബി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഗ്യാസ്, അത് പോകുന്ന ഗ്യാസ് എന്ന് പറയുന്ന ഒരു സിലിണ്ടറിക്കൽ കോളമായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ക്രോസ് സെക്ഷണൽ ഏരിയ ആൽഫയാണ്, ആക്സിസ് എക്സ് ആക്സിസിലാണ് എന്ന് വിചാരിക്കാം. അതായത് ആ ഗ്യാസ് കോളത്തിൻ്റെ ആക്സിസും നിങ്ങളുടെ വേവ് പോകുന്ന ആക്സിസും സെയിം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ കൺസിഡർ ചെയ്യുകയാണ്. അതിൽ രണ്ട് പ്ലെയിൻ എ എന്നും ബി എന്നും രണ്ട് പ്ലെയിൻ കൺസിഡർ ചെയ്യുന്നു. രണ്ട് പ്ലെയിനും അടുത്തടുത്തുള്ള രണ്ട് പ്ലെയിൻസാണ്. അപ്പം അത് രണ്ടും നിങ്ങളുടെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻസാണ്. രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒന്നും തീരെ ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ, ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസേ ഉള്ളൂ. ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ് ആ പടത്തിനകത്ത് കാണിച്ചേക്കുന്നത്. എ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എക്സും ബി ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എക്സ് പ്ലസ് ഡി എക്സും ആണ്. ഡി എക്സ് ഡെൽറ്റ എക്സ് എന്ന് തന്നെ നമുക്ക് വിളിക്കാം, അതാണ് നല്ലത്. ഇനി നമ്മൾ പറയുകയാണ്, അതായത് നമുക്കിനി ഇനീഷ്യൽ അതായത് നമ്മൾ ഇങ്ങനെ വേവ് പൊക്കോണ്ടിരിക്കുമ്പോഴേക്കും അതൊന്ന് ഷിഫ്റ്റ് ചെയ്യും. അതായത് ആ പാർട്ടിക്കിൾസ് ഡിസ്പ്ലേസ് ചെയ്യുന്നതാണല്ലോ വേവ് എന്ന് പറയുന്നത്. അപ്പം എ എന്നുള്ളത് ഡിസ്പ്ലേസ് ചെയ്ത് എ പ്രൈമിൽ എത്തി, ബി എന്നുള്ളത് ഡിസ്പ്ലേസ് ചെയ്ത് ബി പ്രൈമിൽ എത്തി. അപ്പം ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസൊക്കെ വൈ എന്നും, പിന്നെ എ പ്രൈമും ബി പ്രൈമും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? ഡെൽറ്റ വൈ എന്നും നമ്മൾ എഴുതുന്നുണ്ട്. ഇനി ഇനീഷ്യൽ വോളിയം എന്താണ്? വോളിയം എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ ലെങ്ത് ആണല്ലേ. ക്രോസ് സെക്ഷണൽ ഏരിയ ആൽഫയാണ്, അത് നമുക്കറിയാം. ലെങ്ത് എന്ന് പറയുന്നത് അതായത് എയുടെയും ബിയുടെയും പൊസിഷൻസ് ആണ് വേണ്ടത്. അപ്പം ഒരെണ്ണത്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആയിരുന്നു, മറ്റേൻ്റെ പൊസിഷൻ എക്സ് ആയിരുന്നു. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടി? ഡെൽറ്റ എക്സ് കിട്ടി. അപ്പം ഇനീഷ്യൽ വോളിയം എന്ന് പറയുന്നത് ആൽഫ മൾട്ടിപ്ലൈഡ് ബൈ ഡെൽറ്റ എക്സ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഫൈനൽ വോളിയം കണ്ടുപിടിക്കണം. ഫൈനൽ വോളിയം എന്ന് പറയുമ്പോൾ എന്ത് വേണം? ആ പ്രൈംഡ് ക്വാണ്ടിറ്റീസ് വേണ്ട അല്ലേ. അപ്പം ആൽഫ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് തന്നെയാണ്. പിന്നെ ഫൈനൽ പൊസിഷൻ ഓഫ് ബി പ്രൈം വേണം, ഫൈനൽ പൊസിഷൻ ഓഫ് എ പ്രൈമും വേണം. ഈ തമ്മിലുള്ള വ്യത്യാസം വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ അതെടുത്ത് കഴിയുമ്പോഴേക്കും ഫൈനൽ വോളിയം എത്രയായിട്ട് കിട്ടി? ആൽഫ ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ ആയിട്ട് കിട്ടി. സ്മോൾ ഡെൽറ്റ ആണ് കേട്ടോ, നിങ്ങൾ ഓർത്തോണം. ഇനി ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയമാണ് ചേഞ്ച് ഇൻ വോളിയം. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് കിട്ടും? ആൽഫ ഡെൽറ്റ വൈ ആയിട്ട് കിട്ടും. പക്ഷേ അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എങ്ങനെയായിട്ട് എഴുതാൻ പറ്റും? നമുക്ക് ഡിഫറൻഷ്യലായിട്ട് എഴുതാൻ പറ്റും അല്ലേ. സാധാരണ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് മൾട്ടിപ്ലൈഡ് ബൈ ഡെൽറ്റ എക്സ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡെൽറ്റ വൈക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്, ഡെൽറ്റ എക്സിൻ്റെ ടേംസിൽ എഴുതുകയാണ്. ഇനി ചേഞ്ച് ഇൻ വോളിയം എന്താണെന്നുള്ള എഴുതി. ഇനി വോളിയം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയമാണ്. അപ്പോൾ അതുകൊണ്ട് ചേഞ്ച് ഇൻ വോളിയം എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചു. അപ്പോൾ അത് ഇട്ടു. പിന്നെ ഒറിജിനൽ വോളിയം എന്താണെന്നും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വോളിയം സ്ട്രെയിൻ എന്തായിട്ട് കിട്ടി? ഡി വൈ ബൈ ഡി എക്സ് ആണ് വോളിയം സ്ട്രെയിനായിട്ട് വരുന്നത്. ഇനി നമ്മൾ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് വോളിയം സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയം സ്ട്രെയിൻ ആണ്. വോളിയം സ്ട്രെസ് എന്ന് പറയുന്നത് പ്രഷർ തന്നെയാണ്. പ്രഷർ ഡിവൈഡഡ് ബൈ വോളിയം സ്ട്രെയിനാണ് ബൾക്ക് മോഡുലസ്. അപ്പോൾ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് പ്രഷറിൻ്റെയും വോളിയം സ്ട്രെയിനിൻ്റെയും ടേംസിൽ എഴുതാൻ പറ്റും. അവിടെ ഒരു നെഗറ്റീവ് സൈൻ വരുന്നുണ്ട്. നെഗറ്റീവ് സൈൻ വരാൻ കാര്യം, വോളിയം കൂടുമ്പോൾ പ്രഷർ എന്ത് ചെയ്യുന്നത്? പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഇൻവേഴ്സ് റിലേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് പ്രഷറിനെ എന്തായിട്ട് എഴുതാൻ പറ്റും? പ്രഷറിനെ നമുക്ക് ബൾക്ക് മോഡുലസിൻ്റെ ടേംസിൽ എഴുതാൻ പറ്റും. ബൾക്ക് മോഡുലസ് മൾട്ടിപ്ലൈഡ് ബൈ ഡി വൈ ബൈ ഡി എക്സ് ആണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. ഇനി വൈ എന്താണെന്നൊക്കെ നമുക്കറിയാമല്ലോ, നമുക്കറിയാം അത് പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് ആണ് എന്നുള്ളത്. അപ്പം ഡി വൈ ബൈ ഡി എക്സ് എന്താണെന്നൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം പ്ലെയിൻ പ്രോഗ്രസീവ് വേവിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, വൈ ഈക്വൽ ടു എ സൈൻ
പിന്നെ കെ എക്സ് മൈനസ് ഒമേഗ ടി ആണ് നമുക്കറിയാം. അപ്പോൾ അതിനകത്തുനിന്ന് dy/dx കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യണം, ആ പ്രഷറിൻ്റെ ഇക്വേഷനിൽ ആ dy/dx അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ പ്രഷറിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്തായിട്ട് കിട്ടി, പ്രഷർ ഈക്വൽ ടു ബൾക്ക് മോഡുലസ് ഉണ്ട്, എ ഉണ്ട്, പിന്നെ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. കെ എന്ന് പറയുന്നത് ആ വേവിൻ്റെ വേവ് വെക്റ്റർ അല്ലേ, വേവ് നമ്പർ അല്ലെങ്കിൽ വേവ് വെക്റ്റർ എന്ന് പറയുന്നതാണ് കെ എന്ന് പറയുന്നത്. പിന്നെ കോസ് ഉണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മാക്സിമം വാല്യൂ എത്ര കിട്ടാൻ പറ്റും, പ്രഷറിന് മാക്സിമം എത്ര വാല്യൂ ആകാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് നോക്കാനായിട്ട് കോസിന് എത്രയാണ് മാക്സിമം വാല്യൂ ആകാൻ പറ്റുക, അത് 1 ആണ്. അപ്പോൾ കോസിൻ്റെ മാക്സിമം വാല്യൂ 1 ഇട്ട് കഴിയുമ്പോൾ എത്രയാണോ അത് വരുന്നത് അതാണ് പ്രഷറിൻ്റെ മാക്സിമം വാല്യൂ. അത് നമ്മൾ P0 എന്ന് വിളിച്ചു. അപ്പോൾ P0 എന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് കിട്ടി, BAK ആയിട്ട് കിട്ടി. ഇനി കെക്ക് വേണമെങ്കിൽ നമുക്ക് വേവ് ലെങ്ത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് BA 2π/λ അതാണ് പ്രഷറിൻ്റെ മാക്സിമം വാല്യൂ. അപ്പോൾ പ്രഷറിൻ്റെ മാക്സിമം വാല്യൂവിനെ നമ്മൾ പ്രഷർ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പ്രഷറിന് ഒരു വേവ് ഇക്വേഷൻ എഴുതാൻ പറ്റും. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രഷർ ഈക്വൽ ടു P0, അതായത് പ്രഷർ ആംപ്ലിറ്റ്യൂഡ് മൾട്ടിപ്ലൈഡ് ബൈ പിന്നെ വേവിന് നമ്മൾ സാധാരണ എഴുതുന്ന പോലത്തെ ഉള്ള ടേമാണ് കോസ് KX മൈനസ് ഒമേഗ ടി എന്നുള്ളത്. ഇനിയിപ്പോൾ വെലോസിറ്റി നോക്കുകയാണ്. വെലോസിറ്റി ഓഫ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എത്രയാണെന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രഷർ എന്ന് പറയുന്നത് dP/dx ആണെന്ന് പറഞ്ഞായിരുന്നു. റൈറ്റ്. ഇനി പ്രഷർ ഡിഫറൻസ് അക്രോസ് ദ സ്മോൾ എലമെൻറ്റ് AB നോക്കുകയാണെങ്കിൽ ΔP ആണ്. ΔP വുഡ് ബി dP/dx മൾട്ടിപ്ലൈഡ് ബൈ dx ആണ്. ഇനി ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലേ. അതായത് ΔX എത്രയാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. ഇനിയിപ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട്, ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. എന്തുകൊണ്ട് അങ്ങനെ ആയത്, പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആയതുകൊണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. അപ്പോൾ പ്രഷർ മൾട്ടിപ്ലൈഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നു. അപ്പോൾ പ്രഷർ വേരിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതെന്ന് പറഞ്ഞാൽ ശരിയാവില്ല, നിങ്ങൾ എഴുതി തന്നെ നോക്കണം, എന്നാലാണ് കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവുക. അത് നോക്കുക, നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. ആ സ്റ്റെപ്പ് ഒന്നും കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരണമെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം. ഇനിയിപ്പോൾ റോയാണ് ഡെൻസിറ്റി എങ്കിൽ മാസ് എത്രയായിരിക്കും, വോളിയം മൾട്ടിപ്ലൈഡ് ബൈ ഡെൻസിറ്റി ആയിരിക്കണം മാസ്. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് എന്താണ്, ഏരിയ ഇൻറ്റു ലെങ്ത്, അതാണ് വോളിയം എന്ന് പറയുന്നത്. ആൽഫ ΔX ഇൻറ്റു ഡെൻസിറ്റിയാണ് മാസ്സായിട്ട് വരിക. ഇനി ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് F=ma ആണ്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. F=ma. ഇനിയിപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യണം, എമ്മിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എയ്ക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അത് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു ചെറിയൊരു റീഅറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യാനുണ്ട്. റീഅറേഞ്ച് എല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടും d²y/dt². ഒരു സൈഡിൽ കിട്ടും, മറ്റേ സൈഡിൽ B/ρ ആണ്. B എന്ന് പറഞ്ഞാൽ എന്താണ്, ബൾക്ക് മോഡുലസ് ആണ്. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ്. രണ്ടും ആ മെറ്റീരിയലിൻ്റെയാണ്, ആ ഗ്യാസിൻ്റെയാണ്. പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് വേറെ എന്തും കൂടി ഉണ്ട്, d²y/dx². അപ്പോൾ നിങ്ങൾ ഓർക്കുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ടൈമിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്, ടൈം വെച്ചിട്ടുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് ടു ടൈമാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത്. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് സ്പേസ് വെച്ചിട്ടുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ്, അതായത് d²/dx² ആണ് വരുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വേവ് ഇക്വേഷനാണ് അല്ലേ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ് ഈ എഴുതിയേക്കുന്ന ഇക്വേഷൻ ആ ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കോൺസ്റ്റൻസ് ആയിട്ട് വരുന്നത് ബൾക്ക് മോഡുലസും ഡെൻസിറ്റിയുമാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് വേവ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. സ്റ്റാൻഡേർഡ് വേവ് ഇക്വേഷൻ ഇതേപോലെ തന്നെ ഒരു സൈഡിൽ ടൈം വെച്ചിട്ടുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്, മറ്റേ സൈഡിൽ സ്പേസ് വെച്ചിട്ടുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്. എന്നിട്ട് ഇടയ്ക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് എന്താണ്, വേവിൻ്റെ സ്പീഡാണ്. അപ്പം ഈ സൗണ്ട് വേവ്സിൻ്റെ സ്പീഡായിട്ട് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ട്രാവലിംഗ് ഇൻ എ ഗ്യാസിൻ്റെ സ്പീഡായിട്ട് നമുക്ക് കിട്ടും v=√B/ρ. ഇതാണ് ന്യൂട്ടൺസ് ഫോർമുല എന്ന് പറയുന്നത്. ന്യൂട്ടൺസ് ഫോർമുല ഫോർ വെലോസിറ്റി ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ് എഴുതി വെച്ചേക്കുന്നത്.
അങ്ങനെയാണ് എങ്കിൽ ഐസോതെർമൽ ചേഞ്ച് കൺസിഡർ ചെയ്യുന്നു. പി വി ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. അപ്പം അതിനെ കെ ഒരു കോൺസ്റ്റൻ്റ് ഞാൻ കെ എന്നങ്ങ് വിളിക്കുകയാണ്. എന്നിട്ട് രണ്ട് സൈഡിലും ഡിഫറൻഷ്യൽ എടുക്കുകയാണ്. രണ്ട് സൈഡിലും ഡിഫറൻഷ്യൽ എടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടി? പി ഡി വി എന്നും കിട്ടി പ്ലസ് വി ഡി പി. അതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡിഫറൻഷ്യൽ. മറ്റേ സൈഡിൽ കോൺസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ 0 ആയി. ഇനിയും നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് പി ഈക്വൽ ടു ഡി പി ഡിവൈഡഡ് ബൈ മൈനസ് ഡി വി ബൈ വി എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഈ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയായിരുന്നു എന്ത്, നമ്മളുടെ ബൾക്ക് മോഡുലസിൻ്റെ ഡെഫിനിഷൻ സെയിം തന്നെയായിരുന്നേ. നമ്മൾ നേരത്തെ ബൾക്ക് മോഡുലസ് എഴുതിയായിരുന്നല്ലോ, അതും സെയിം ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുന്നു? ബൾക്ക് മോഡുലസ് തന്നെയാണ് ഇവിടെ പ്രഷറായിട്ടും വരുന്നത് ഈ കേസിൽ. അങ്ങനെയാണ് എങ്കിൽ നമ്മളുടെ സ്പീഡ് എന്ന് പറയുന്നത് ബി ബൈ റോയുടെ സ്ക്വയർ റൂട്ടായിരുന്നല്ലോ. അതിന് പകരം നമുക്ക് എന്താ എഴുതാൻ പറ്റും? പി ബൈ റോയുടെ സ്ക്വയർ റൂട്ടായിട്ട് എഴുതാൻ പറ്റും. ഇനിയിപ്പോൾ എയറിൻ്റെ കാര്യത്തിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എച്ച് റോ ജി ആണ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, നമുക്കറിയാം എത്രയാണ് എന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സ്പീഡ് എഴുതാൻ പറ്റും. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ട്രാവലിംഗ് ഇൻ ഈ മീഡിയം, ഈ നമ്മുടെ മീഡിയം എന്ന് പറയുന്ന എയർ ആണ്. അപ്പോൾ അതിനകത്ത് ഉള്ള സ്പീഡ് എന്ന് പറയുന്നത് 280 മീറ്റർ/സെക്കൻഡ് ആണ്. പക്ഷേ അത് തെറ്റാണ്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സ്പീഡ് അത്രയൊന്നും അല്ല. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്യുന്നത് ലാപ്ലാസ് ആണ് കറക്റ്റ് ചെയ്യുന്നത്, ന്യൂട്ടൻ്റെ ഫോർമുലയെ കറക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ലാപ്ലാസ് പറയുന്നത് ഈ പ്രോസസ്സ്, അതായത് സൗണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസോതെർമൽ അല്ല, അഡിയബാറ്റിക് ആണ്. അപ്പോൾ അഡിയബാറ്റിക് പ്രോസസ്സിലാണെങ്കിൽ പി വി അല്ല കോൺസ്റ്റൻറ്റ്, പകരമോ പി വി ടു ദ പവർ ഗാമയാണ് കോൺസ്റ്റൻറ്റ്. വിക്ക് മാത്രമാണ് പവർ ഗാമ വരിക. പി മൾട്ടിപ്ലൈഡ് ബൈ വി ടു ദ പവർ ഗാമയാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരിക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ എന്ത് വരും? അതിനകത്തൊക്കെ ഒരു ഗാമയുടെ ടേംസും കൂടെ വരും അല്ലേ. അതായത് പി ഗാമ വി ടു ദ പവർ ഗാമ -1 ഡി വി. രണ്ടാമത്തെ ടേമോ വി ടു ദ ഗാമ ഡി പി ഈക്വൽ ടു 0 ആയിട്ട് വരും. ഇനി ഇത് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായിട്ടാണ് കിട്ടുക? ഇനി അത് റീഅറേഞ്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് ബൾക്ക് മോഡുലസ് എന്ന് പറയുന്ന പി ഈക്വലായിട്ട് കിട്ടില്ല, പകരം എന്തായിട്ട് കിട്ടും? ഗാമ പിക്കാണ് ഈക്വലൻ്റായിട്ട് കിട്ടുക. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് ഗാമ പി ഡിവൈഡഡ് ബൈ റോയുടെ സ്ക്വയർ റൂട്ടാണ്. അതായത് ഗാമ വേണം, പ്രഷർ വേണം, ഡെൻസിറ്റി വേണം. ഇതിൻ്റെ മൂന്നും കൂടെ എടുത്തിട്ട് ഗാമ പി ഡിവൈഡഡ് ബൈ റോയുടെ സ്ക്വയർ റൂട്ടാണ് നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത്. അതാണ് ലാപ്ലാസസ് ഫോർമുല ഫോർ സൗണ്ട് സ്പീഡ് ഇൻ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പം എയറിനാണ് എങ്കിൽ നമ്മൾ എയറിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ. പി എന്ന് പറഞ്ഞാൽ എച്ച് റോ ജി ആണ്, അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. 1.293 kg/m³ ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ട്. പിന്നെ ഗാമ എന്ന് പറയുന്നതും എയറിന് കോൺസ്റ്റൻറ്റ് തന്നെയാണ്, 1.4 ആണ്. അപ്പോൾ അതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? വി ഈക്വൽ ടു 332 മീറ്റർ/സെക്കൻഡ് കിട്ടി. അപ്പോൾ അത് തന്നെയാണ് ഒബ്സർവ്ഡ് വാല്യൂ. ഒബ്സർവ്ഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 330 മീറ്റർ/സെക്കൻഡ് ഒക്കെ അല്ലേ. അപ്പം ലാപ്ലേസിൻ്റെ ഫോർമുല വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടുന്നുണ്ട്. ന്യൂട്ടൻ്റെ ഫോർമുല ആസച്ച് ശരിയാണ്, പക്ഷേ അത് ഐസോതെർമലായിട്ടാണ് ന്യൂട്ടൻ എടുത്തത്, അത് ശരിയല്ല. പകരം എന്തായിട്ട് എടുക്കണം? നമ്മൾ അഡിയബാറ്റിക് പ്രോസസ്സായിട്ട് എടുക്കണം. അങ്ങനെ ആകുമ്പോൾ വെലോസിറ്റി ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ കറക്റ്റായിട്ടുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും.